തേക്ക് മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് പോണ വഴിയാണ്. അങ്ങനെ ഓരോരുത്തരൊക്കെ പോകുന്നുണ്ട്. പഴയ ബിൽഡിങ്ങുകളാണ്, പവർ കൺട്രോൾ റൂമൊക്കെ ഉണ്ട്. എന്നാ പഴയ തേക്കുമരൊക്കെ നിൽക്കണ കാണാം. അവിടെ കുറച്ചങ്ങോട്ട് ദൂരെ പോയി കഴിഞ്ഞാൽ വർഷാപ്പ് മരത്തിൻ്റെ പണീൻ്റെയൊക്കെ വർഷാപ്പായിരുന്നു പണ്ടത്തെ വർഷാപ്പുകളൊക്കെ വെറുതെ കിടക്കുകയാണ്. വെനീർ മില്ല് കണ്ട വെനീർ കട്ടിങ് ലൈറ്റിൽ നമ്മൾ പ്ലൈവുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെനീർ കട്ടിങ് ഒക്കെ നടത്തിയ സ്ഥലം കണ്ട. അവിടെ ഒന്നുമില്ല ഇപ്പോൾ, വെറും മൊട്ട വെല്ലിങ് മാത്രമുണ്ട്. വേണ്ട, കുറേ തേക്ക് മരങ്ങളാണ്. അതൊക്കെ ഭയങ്കര വർഷാപ്പായിരുന്നു മരത്തിൻ്റെ ഒരു കാലത്ത്. അതൊക്കെ പോയി കണ്ട. ഒരു 5 പൈസയ്ക്ക് വില ഇല്ലാണ്ടായി ഇപ്പോൾ കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഭയങ്കര തന്നെ വെറുതെ കിടക്കുക. എത്ര വലിയ വർഷാപ്പാണ് കണ്ടോ. ഇതൊക്കെ മരം കട്ട് ചെയ്ത് പ്ലൈവുഡ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കണ്ടോ. വലിയ വർഷാപ്പായിരുന്നു. എല്ലാം പൂട്ടിക്കെട്ടി ഇപ്പോൾ വെറും കാഴ്ചക്കാരായി നടക്കാം. കുറേ തേക്കുമരം കണ്ടിട്ട് കണ്ട. ഓരോ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഒക്കെ കോടിക്കണക്കിന് രൂപയാണിത് ഉണ്ടാക്കാൻ. ഇപ്പോൾ വില നോക്കി അതിൻ്റെയൊക്കെ വില കോടിക്കണക്കിന് രൂപയായിരിക്കും ഉണ്ടോ. എത്ര വലിയ വർഷാപ്പുകളാണ്ട. വെറുതെ കാട് മൂടി കിടക്കുക. എന്തോ നീളാൻ നോക്കി വെറുതെ കിടക്കുകയാണ്. വെറുതെ ആൾക്കാർ കാണാൻ വരുന്ന പൈസ മാത്രമേ ഉള്ളൂ. വെനീർ സ്റ്റോറുണ്ട് ഇവിടെ. അത് വെനീർ ലെയ്ത്തിൽ ഇങ്ങനെ പൊളിച്ച് കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ട് അതാണ് പ്ലൈവുഡ് ഉണ്ടാക്കുക. അങ്ങനെ ഒരെണ്ണം ഇട്ടിട്ട് ഒട്ടിച്ച് പ്രസ് ചെയ്യും, അപ്പോഴാണ് പ്ലൈവുഡ് കിട്ടുക. മനസ്സിലായോ. അപ്പം അതിൻ്റെയൊക്കെ വർഷാപ്പുകളായിരുന്നു അതൊരു കാലത്ത്. പൂട്ടിക്കെട്ടി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വലിയ തേക്ക് കാണാം. അപ്പോൾ തുടങ്ങാം. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അത് ഞാൻ അടുത്തതിൽ കാണിക്കാം.